കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ്ങിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും 5 സെക്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ അത് വരും എന്നുള്ളതാണ് അല്ലേ. അതിൽ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1 അസറ്റ്, അതായത് സ്വത്ത്. 2 ലയബിലിറ്റി, ബാധ്യത. 3 ഇൻകം, അതായത് വരുമാനം. സ്വത്ത്, ബാധ്യത, വരുമാനം അല്ലേ. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ഇത് 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തേതാണ് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം. ഈ ചെലവ് എന്താണെന്ന് ശരിക്കും ഞാൻ പഠിപ്പിച്ചേരേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് 5 വയസ്സ് മുതൽ ബുദ്ധി ഉറച്ചത് മുതൽ നമ്മൾ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ, നമ്മളെ കുടുംബത്തിൽ, സമൂഹത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ് ചെലവുകൾ എന്ന് പറയുന്നത് അല്ലേ. എന്തിനാണ് നമ്മൾ ഈ ചെലവെന്ന് പറയുന്നത്? നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇന്ന് ജീവിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്, ചിലവ് കൂടുതലാണ്, ചിലവ് ആണെന്ന് അല്ലേ. ചിലവ് കൂടുതലാണെന്ന്, അതായത് എന്താണ് ചിലവ്? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്യാഷ് കളയുന്നതിന്, ക്യാഷ് കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചെലവെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ക്യാഷ് കൊടുക്കുന്നതിനെ, ക്യാഷ് കളയുന്നതിനെ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ചെലവുകൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ചിലവുകളുണ്ട് അല്ലേ. നമ്മൾ പൊതുവേ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ചിലവെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ, ഈ ഫാമിലിയിൽ, അതായത് നമ്മുടെ കുടുംബത്തിൽ ചിലവ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ചിലവ് മനസ്സിലാക്കിയത്, അത് തന്നെയാണ് ബിസിനസ്സിലുള്ള ചിലവെന്ന് പറയുന്നത്. രണ്ടിനും ഒരേ മീനിങ് ആണ്, ഒരേ അർത്ഥമാണ്, രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്. നമ്മൾ എന്താണ് സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ചിലവെന്ന് പറയുന്നത്. ഈ ചിലവുകളെയും പൊതുവെ നമ്മൾ ഈ ചിലവുകളെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണാറുള്ളത് അല്ലേ. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ചിലവ് ശരിക്കും നെഗറ്റീവ്, ഒരു മോശം കാര്യമാണോ? നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ട് അല്ലേ, കറണ്ട് ഉണ്ട്. ഈ കറണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ എന്ത് വരും? കറണ്ട് ബില്ല് വരും. ഒരു 1000 രൂപ കറണ്ട് ബില്ല് വന്നു എന്ന് കരുതുക. നമുക്ക് 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കരുതുന്ന എന്താ? ഈ ക്യാഷ് പോകുന്ന ബുദ്ധിമുട്ടാണ്. ശരിക്കും കറണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇത് നല്ലതല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ കറണ്ട് എടുത്തത്. അതായത് ലൈറ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ വീട്ടിൽ എന്തെല്ലാം വസ്തുക്കൾ വർക്ക് ചെയ്ത് നമ്മൾ. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ? നല്ല കാര്യമല്ലേ. അതായത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അത്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോകണം. സ്വാഭാവികമായിട്ടും നമ്മൾ ബസ്സിൽ കയറും അല്ലേ. ഈ ബസ്സിൽ കയറുമ്പോൾ ക്യാഷ് കൊടുക്കണം. അതൊരു ചിലവല്ലേ. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സ്ഥലത്തു നിന്നോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്, അതായത് എത്തുക എന്നുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്യാഷ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരാവശ്യമാണ്. പക്ഷേ അവിടെ ആ പൈസ ബസ്സിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അത് നമുക്ക് നഷ്ടമാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അങ്ങനെ നഷ്ടമാണെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുമോ? ഇല്ല, അത് നമുക്ക് നേട്ടമല്ലേ. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ കാര്യം, അതായത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് നമ്മളെത്തി. ഇങ്ങനെ നമ്മൾ കുടുംബത്തിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ചിലവുകളുണ്ട്. കറണ്ട് ബില്ല്, മൊബൈലിലേക്ക് റീചാർജ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ മാസം 299 300 സംതിങ് ഒക്കെ മൊബൈലിലേക്ക് റീചാർജ് ചെയ്യാറുണ്ടല്ലോ, ഓരോ ജിയോ അതുപോലെയുള്ള ഇതുകൾക്കൊക്കെ. ഇതൊക്കെ നമുക്ക് ചിലവ് അല്ലേ, ചിലവാണ് നമുക്ക് വരുന്നത്. ഇത് നഷ്ടമാണെങ്കിൽ, ഇതൊരു ദോഷം കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുമോ? ഇല്ല, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. മനസ്സിലാക്കുക, ചിലവെന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യമല്ല, അത് നമുക്ക് വേണ്ടതാണ്. നമ്മുടെ ആവശ്യങ്ങളെയാണ്, അതായത് നമുക്ക് ആവശ്യങ്ങളുണ്ട്. മനുഷ്യന് ഒരിക്കലും ആവശ്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ബിസിനസ്സിനും നടന്നു കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതിനെയാണ് ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ ഒരു ചീത്ത കാര്യമല്ല, അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളാണ്. ചിലവ് ചീത്ത കാര്യമായിരുന്നെങ്കിൽ നമ്മളെല്ലാം പൈസ എന്ത് ചെയ്യായിരുന്നോ? ഒന്നിനും ചിലവാക്കാതെ അങ്ങനെ പരമാവധി ജീവിക്കുമായിരുന്നു. മനുഷ്യന് ഒരിക്കലും ചിലവ് പൂർണ്ണമായിട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഏറ്റവും കുറഞ്ഞ എന്ത് കഴിക്കണം? ഭക്ഷണമെങ്കിലും കഴിക്കണ്ടേ? പച്ചക്കറികൾ വേണം, അരി വാങ്ങണം അല്ലേ. ഇതൊക്കെ ചിലവല്ലേ. അപ്പോൾ ഇതൊക്കെ നഷ്ടമാണോ? പച്ചക്കറി വാങ്ങിയതൊക്കെ നഷ്ടമാണോ? അല്ല, അതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ചിലവെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. ഒരിക്കലൊരു ചീത്ത കാര്യമല്ല, മോശം കാര്യമല്ല, നല്ല കാര്യമാണ്. പിന്നെ ഈ ചിലവ് എവിടെയാണ് നമുക്ക് ചീത്തയായിട്ട് വരുന്നത്? ആവശ്യത്തിന് പണം ചിലവാക്കാതിരിക്കുകയും അനാവശ്യമായിട്ട് പണം ചിലവാക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ദോഷമുള്ള കാര്യമായിട്ട് മാറുന്നത്. അതായത്
പണം പിശുക്കുന്നതോ ദൂർത്തടിക്കുന്നതോ നമുക്ക് ദോഷം ചെയ്യും, ബിസിനസ്സിനും ദോഷം ചെയ്യും. നമ്മൾ കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം ചെലവാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതായത് ഈ പണം തന്നെ മനുഷ്യൻ എന്തിനാണ് കണ്ടുപിടിച്ചത്? ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആവശ്യങ്ങളെ നടത്താൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചതാണെന്ത്? പണം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരാവശ്യം ഒരാൾ ചെയ്തു തരുമ്പോൾ നമ്മൾ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന, അങ്ങോട്ട് കൊടുക്കുന്ന ഒരു മൂല്യമാണെന്ത്? മൂല്യമുള്ള വസ്തുവായി മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കാതിരുന്നാൽ, അതായത് പിശുക്കി കഴിഞ്ഞാൽ എന്താണ്? അവിടെ ക്യാഷിൻ്റെ വില ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങളെ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ക്യാഷ്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് ചിലവാക്കുന്നില്ലെങ്കിൽ അവിടെ ക്യാഷിന് മൂല്യമില്ല. അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവാക്കി കഴിഞ്ഞാലും അവിടെ ക്യാഷിന് മൂല്യം ഉണ്ടാവുകയില്ല. ആവശ്യങ്ങൾക്ക് നടത്താൻ വേണ്ടിയുള്ളതാണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ചിലവെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട്, ദോഷമുള്ള കാര്യമല്ല അക്കൗണ്ടിങ്ങിൽ വരുന്നത്, നല്ല കാര്യമായിട്ടാണ് വരുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വരുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളെയാണ് ചിലവുകൾ എന്ന് പറയുന്നത്. ഇനി ചിലവുകളെയും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകൾ. ഇതിനെ തന്നെ മറ്റൊരു പല രീതിയിലും, പല അക്കൗണ്ടിങ് ടെക്സ്റ്റുകളിലും യൂട്യൂബുകളിലും പല ക്ലാസ്സുകളിലും ഉണ്ട്, പല രീതിയിൽ പറയാറുണ്ട്. പക്ഷെ പല രീതിയിൽ പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. എങ്ങനെയൊക്കെ പറയാറുണ്ട്? പർച്ചേസുമായി ബന്ധപ്പെട്ടതോ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതോ ഉൽപ്പാദനം ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടത് ഒക്കെ എന്ത് വിളിക്കാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഈ പറയുന്നത് തന്നെയാണ് ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകൾ എന്ന് വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ ഉള്ളത്. എന്താണ് ഈ ഉൽപ്പാദനം? അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് ചരക്കുണ്ടാക്കുന്നതിനെയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ AC, കമ്പ്യൂട്ടർ തുടങ്ങിയ ഒരുപാട് ഇലക്ട്രോണിക് വസ്തുക്കൾ ഇതെല്ലാം ഉണ്ടാക്കിയ കമ്പനി ഉണ്ട് അല്ലേ? കമ്പനിയുടെ പേരതുമായി എഴുതിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുന്നു? ഈ അസംസ്കൃത വസ്തുക്കൾ, പാർട്സ് പലതും അവരുണ്ടാക്കിയിട്ടും പലതും പുറത്തുനിന്ന് വാങ്ങിയിട്ടും ഇതെല്ലാം കൂടെ കൂട്ടി മാനുഫാക്ചർ ചെയ്ത് നമുക്ക് അതായത് കൂട്ടി യോജിപ്പിച്ച് നമുക്കതൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതൊരു ഉൽപ്പാദനമാണ് അല്ലേ? പക്ഷെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാനുഫാക്ചറിങ് പറഞ്ഞുതരാം, വളരെ ചെറുതായിട്ട്. അതായത് നമ്മൾ പുറത്തുകൂടെ നടന്നു കഴിഞ്ഞാൽ, സമൂഹത്തിൽ ടൗണിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കവിടെ മാനുഫാക്ചറിങ് ഒരുപാട് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചായ കുടിക്കാൻ ചായക്കടയിൽ കയറി ഒരു ചായ ഓർഡർ ചെയ്തു എന്ന് കരുതാം. അപ്പോൾ ആ ചായക്കടക്കാരൻ എന്താണ് വാങ്ങിയത്? ചായപ്പൊടി, പാല്, പഞ്ചസാര ഇതാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ? അയാൾ ഇതെല്ലാം കൂട്ടി, അതായത് വെള്ളമൊഴിച്ച് ഇതെല്ലാം കൂട്ടി, ചായപ്പൊടി, പാല്, പഞ്ചസാര എല്ലാം കൂട്ടി നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നു. ശരിക്കും അയാൾ വാങ്ങിയത് എന്താ? പഞ്ചസാരയും ചായപ്പൊടിയല്ലേ? നമുക്ക് തന്നത് അതാണോ? അല്ല, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് മറ്റൊരു വസ്തുവാക്കി ഉണ്ടാക്കി. അതായത് ചായ ഉണ്ടാക്കുക എന്ന പ്രവൃത്തി ആണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അത് അയാൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ പലതും ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് അല്ലേ? പല എണ്ണക്കടികളും. ഇതെല്ലാം അയാൾ ഉണ്ടാക്കിയതല്ലേ? അയാൾ വാങ്ങിയത് അതാണോ? അല്ല, അയാൾ അതിനുള്ള മാവും മറ്റു വസ്തുക്കളൊക്കെ കൂട്ടി ഉണ്ടാക്കിയതാണോ അത് അല്ലേ? ആ ഉണ്ടാക്കലിനെയാണ് എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ്, ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഞാനൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറിയിരുന്നത്. ഞാൻ ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു, മുന്തിരിയുടെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഓർഡർ ചെയ്തു. അപ്പോൾ ആ ബേക്കറി കടക്കാരൻ എന്ത് ചെയ്തു? നല്ല ആപ്പിൾ അല്ലെങ്കിൽ മുന്തിരി, ഓറഞ്ച് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് അത് ജ്യൂസാക്കി എനിക്ക് തരികയാണ്. അപ്പോൾ അയാൾ വാങ്ങിയത് ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിളാണ്. പക്ഷെ എനിക്ക് തരുന്നതോ അതിനെ മറ്റൊരവസ്ഥയിലോട്ട് മാറ്റിയിട്ടാണ് എനിക്ക് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബേക്കറി കടക്കാരൻ ഈ മിക്സിയിലിട്ട് അടിച്ച് ചെയ്ത പ്രവൃത്തിയാണ് എന്ത് വിളിക്കുന്നത്? ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ വസ്തുക്കൾ വാങ്ങിയിട്ട്, അതായത് വാങ്ങിയ വസ്തുവല്ല എന്ത് ചെയ്യുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്നത്, അത് മറ്റൊരു വസ്തുവാക്കി മാറ്റിയിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉൽപ്പാദനം, മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റു രീതിയിലും പറയാം. പർച്ചേസുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ
ചരക്കുകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടോ ചരക്കുണ്ടാക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുന്ന ചിലവുകളെയൊക്കെ എന്ത് പറയാറുണ്ട്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് തന്നെ പറയാം. അങ്ങനെയും ചില ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പല ആളുകളും പല രീതിയിൽ പറഞ്ഞാലും ടെക്സ്റ്റുകളിൽ പറഞ്ഞാലും എല്ലാം ഉദ്ദേശിക്കുന്ന ഒന്നാണ്. ഉൽപാദനം, പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ചിലവാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചിലവുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചിലവുകൾ. അതായത് അതിനെ മറ്റൊരു രീതിയിൽ പറയാറുണ്ട്, ഒരു ബിസിനസ്സിലെ ഓഫീസുമായി ബന്ധപ്പെട്ട ചിലവുകൾ, സെയിൽസുമായി ബന്ധപ്പെട്ട ചിലവുകൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതായത് ഉൽപാദനം ചെയ്യുന്ന സ്ഥലമല്ലാത്ത ബാക്കി എല്ലാതുമായും ബന്ധപ്പെട്ടത് അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചിലവുകൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന് രണ്ടിനും എക്സാമ്പിളുകൾ ഞാനൊന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഒരു ഉദാഹരണമാണ് വേജസ് എന്ന് പറഞ്ഞാൽ. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കുകയാണെന്ന് പറയുന്നത്, കൂലി കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഒരു ഉദാഹരണമാണ് സാലറി, ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. ഉൽപാദനവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ചിലവാണ് വേജസ് എന്നാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. സാലറി എന്താണ്? ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചിലവാണെന്നും പറയുന്നു. എന്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഹോട്ടലിൽ ഉൽപാദനം നടക്കുന്നത് എവിടെയാണ്? അടുക്കളയാണ്, അല്ലേ? അടുക്കളയാണ് ഉൽപാദനം നടക്കുന്ന സ്ഥലം. അതായത് ഹോട്ടലുകാരൻ വാങ്ങിയത് എന്തൊക്കെയാണ്? ചിക്കൻ, അരി, ബീഫ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് വാങ്ങുന്നത്. പച്ചക്കറികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക? അതെല്ലാം കൂട്ടി പലതും മിക്സ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നു, അല്ലേ? അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇതുണ്ടാക്കുന്ന എവിടെ നടക്കുന്നത്? അടുക്കളയിൽ. അപ്പോൾ ഈ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന വ്യക്തി അയാൾ ആ ഹോട്ടലിൽ എന്താണ്? ഒരു കൂലിക്കാരനാണ്, അല്ലേ? കൂലി വാങ്ങുന്ന, ദിവസക്കൂലി വാങ്ങുന്ന, അല്ലെങ്കിൽ മാസത്തിലാണ് ക്യാഷ് വാങ്ങുന്നത് എങ്കിൽ കൂടിയും ഒരു ബിസിനസ്സിലെ താഴെ തട്ടിലുള്ള ആളാണ്, താഴെ ജോലി ചെയ്യുന്ന ആളാണ്, കീഴുദ്യോഗസ്ഥനാണ് ഈ അടുക്കളയിലുള്ള ആൾ, വേജസ് വാങ്ങുന്ന ആളെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ആരാണ് ഈ ഉൽപ്പാദനം ചെയ്യുന്നത്? കൂലി വാങ്ങുന്ന ആളാണ്. കൂലി വാങ്ങുന്ന ആളുകളാണ്. അതായത് ഉൽപാദനം എന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കൂലിയാണ് വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദനം ചെയ്യുന്നത് അവരായതുകൊണ്ടാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു ഹോട്ടലിൽ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് വരുന്ന ക്യാഷ്, അവർക്ക് വരുന്ന കൂലി എന്ന് പറയുന്നത് എന്താണ്? വേജസ് ആണ് വരുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഒരു ഹോട്ടലിൽ മാനേജർ ഉണ്ടാവാം, അല്ലേ? ഒരു മാനേജർ ഉണ്ടാവാം, ക്യാഷ്യർ ഉണ്ടാവാം. ഇവരൊക്കെ കുറച്ച് മേലെ തട്ടിലുള്ള ആളുകളാണ്, അല്ലേ? മാനേജർ എന്താ ചെയ്യുന്നത്? എത്ര ഫുഡ് ഉണ്ടാക്കണമെന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എടുത്തിട്ട് അടുക്കളയിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുന്ന എന്താണ്? സാലറി, ശമ്പളം എന്ന് പറയുന്നത്. ഈ ആൾ ഉൽപ്പാദനവുമായിട്ട് നേരിട്ട് ബന്ധമല്ല, പക്ഷേ എന്നാൽ ബന്ധമുണ്ട് താനും. ഇയാൾ നേരിട്ടല്ല അത് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരായിരിക്കാം? മാനേജർ ആയിരിക്കാം. അപ്പോൾ ഉൽപ്പാദനം നേരിട്ട് ചെയ്യുന്നില്ലെങ്കിലും അയാൾ ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അതായത് അഡ്മിനിസ്ട്രേഷനുമായിട്ട്, ആ ബിസിനസ്സിൻ്റെ ഭരണഭാഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഈ മാനേജർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് വരുന്ന എമൗണ്ട് ശമ്പളമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഉൽപ്പാദനം എന്ന പ്രവൃത്തി, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, അതുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസും, അതുമായി ബന്ധമില്ലെങ്കിൽ എന്താണ്? അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുമാണ്. അതായത് സെയില്, അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഒരു ഉദാഹരണമാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഒരു ഉദാഹരണമാണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. എന്താണ് ക്യാരേജ് ഇൻവേർഡ്? വാങ്ങിയ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയ സ്ഥലത്തു നിന്നും നമ്മുടെ കമ്പനിയിൽ എത്താൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചിലവാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ കമ്പനി ഇരിക്കുന്ന സ്ഥലത്തോട്ട്, ഇപ്പോൾ ഞാനൊരു ഹോട്ടലിൽ തന്നെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹോട്ടൽ, ബേക്കറി തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുള്ള ഏതൊരു സാധാരണക്കാരൻ്റെയും ചുറ്റുപാടുള്ള ഉദാഹരണങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹോട്ടലിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അരി വേണം, അല്ലേ? പലതരം അരികളുണ്ടാവും, അല്ലേ? നിങ്ങൾക്കറിയാം പലതരം ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്ത അരികൾ വേണം. അതുപോലെ എന്താണ്? ചിക്കന്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ഒരു ഹോട്ടലിൽ വാങ്ങേണ്ടി വരും നിങ്ങൾക്കറിയാം. പച്ചക്കറികൾ, ഇങ്ങനെ തുടങ്ങിയുള്ള വസ്തുക്കളൊക്കെ ഞാനൊരു സ്ഥലത്ത് നിന്നും വാങ്ങി.
അത് എൻ്റെ ഹോട്ടലിൽ എത്തിയിട്ടില്ല. ഹോട്ടലിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തുവേണം, എനിക്ക് ഒരു വണ്ടി വേണം, വാഹനം വേണം. ഈ വാഹനം ഒന്നെങ്കിൽ ഞാൻ വാടകയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വാഹനം എടുക്കും. വാടകയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അതിന് വാടക കൊടുക്കണം. സ്വന്തം വാഹനമാണെങ്കിലോ അതിന് ചിലവുണ്ട്, എണ്ണ അടിക്കണം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാരേജ് ഇൻവേർഡ്? വാങ്ങിയ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയ സ്ഥലത്തു നിന്നും നമ്മുടെ സ്ഥാപനത്തിൽ എത്താൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചെലവുകളാണ്. വാങ്ങിയ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, ചരക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന വസ്തുക്കൾ. അതായത് ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന വസ്തുക്കൾ, അരി പച്ചക്കറികളൊക്കെ, അതിനാണ് അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചിലവാണ് ക്യാരേജ് ഇൻവേർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മൾ ഒരു ദിവസം രാവിലെ 7 മണിയായി, ഞാൻ എന്ത് ചെയ്തു, പച്ചക്കറി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഹോട്ടലിലേക്ക് വാങ്ങി. പക്ഷെ അത് കൊണ്ടുവന്നില്ല. വാങ്ങിയ സ്ഥലത്ത് തന്നെ വെച്ചു. നമ്മുടെ ഹോട്ടലിൽ അത് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഉൽപ്പാദനം നടക്കുമോ? ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഉൽപ്പാദനം ചെയ്യുക? പറ്റില്ല അല്ലേ? അപ്പോൾ ഉൽപ്പാദനം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, നമ്മൾ ക്യാരേജ് ഇൻവേർഡ് എന്നുള്ള ക്യാഷ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഉൽപ്പാദനം നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. എന്താണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ, വിറ്റ വസ്തു കൊണ്ടുപോകാൻ വേണ്ടി, അതായത് വിറ്റ വസ്തു കസ്റ്റമറുടെ അടുത്തോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചിലവാണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി. ഇന്നത്തെ കാലത്ത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരണം എന്നില്ല അല്ലേ? നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ട് ഒരുപാടുണ്ട് അല്ലേ? ഗൂഗിൾ പേ വഴി ക്യാഷ് കൊടുക്കാൻ നമ്മളവിടെ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമർ ഉള്ള സ്ഥലത്തോട്ട് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ വാഹനത്തിന്, വണ്ടിക്ക് ചിലവ് വരും. ഈ ചിലവ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിൽ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും അതിന് വാങ്ങുന്നില്ല, ഫ്രീ ഡെലിവറിയാണ് നിർത്താം, ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ അവിടെ വാഹനത്തിനൊരു ചിലവുണ്ട്, നമ്മുടെ വണ്ടിക്കൊരു ചിലവുണ്ട്. ഇനി പുറത്തുനിന്ന് വാടകയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അതിനൊരു ചിലവുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ചുറ്റും നടക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഹോട്ടലിലെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറയാണ്, കുറച്ച് ഫുഡ് ഇന്നതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും അല്ലേ? പല ഹോട്ടലുകാരും ഇന്ന് ഹോം ഡെലിവറി ഉണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജ് ഒന്നും നമ്മൾ കൊടുക്കണ്ട അല്ലേ? അതായത് പല രീതിയിലുണ്ട് ഹോട്ടലുകാർ, നിശ്ചിത ദൂരം വരെ ഒന്നും ഡെലിവറി ചാർജ് കൊടുക്കണ്ട. അപ്പോൾ വാഹനത്തിന് ബൈക്കാണെങ്കിൽ അവർ വരുമ്പോൾ അവർക്ക് ചിലവില്ലേ, വണ്ടിക്ക് എണ്ണ അടിക്കണമല്ലോ. ഇതാണ് ക്യാരേജ് ഔട്ട്വേർഡ്. അതായത് ഒരു ഹോട്ടലുകാർ കസ്റ്റമർക്ക് വീട്ടിലോ അല്ലെങ്കിൽ കസ്റ്റമർ ഇരിക്കുന്ന സ്ഥലത്തോട്ടോ ആ ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ, കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ വാഹനത്തിന് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി വാഹനത്തിന് വരുന്ന ചിലവിനെ നമുക്കെന്ത് വിളിക്കാം, ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞു, ക്യാരേജ് ഇൻവേർഡ്, വാങ്ങിയ വസ്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ത് മുടങ്ങും, ഉൽപ്പാദനം മുടങ്ങും. അസംസ്കൃത വസ്തുക്കൾ അല്ലേ, ചരക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഉൽപ്പാദനം മുടങ്ങും. പക്ഷെ കസ്റ്റമർക്ക് വിറ്റ വസ്തു കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബിസിനസ്സിനെ അത് ബാധിക്കും. കാരണം കസ്റ്റമർ നമ്മളോട് പിണങ്ങാൻ സാധ്യതയുണ്ട്. പിന്നീട് ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാം അല്ലേ? നമുക്ക് മോശമാണ്, അത് ബിസിനസ്സിന് മോശമാണ്. പക്ഷെ നമ്മുടെ ഉൽപ്പാദനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കില്ല. അതായത് സെയിൽസ് കുറക്കും, അത് ബിസിനസ്സിന് ദോഷം ചെയ്യുമെങ്കിലും ഉൽപ്പാദനം കഴിഞ്ഞ പ്രൊഡക്റ്റാണ് നമ്മൾ വിറ്റത്. ആ വിറ്റ പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വാഹനം വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനത്തിന് യാതൊരു തടസ്സവും എന്തുണ്ടാക്കുന്നില്ല, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ടാക്കുന്നില്ല. അത് സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ്, വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവാണ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചിലവിനെ, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പലരും മറ്റു രീതിയിൽ പറയാറുണ്ട്. എല്ലാം ഒന്ന് തന്നെ, സെയിൽസുമായി ബന്ധപ്പെട്ട ചിലവ്, ഓഫീസുമായി ബന്ധപ്പെട്ട ചിലവ് എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവ് എന്നൊക്കെ. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചിലവാണെന്ത്, ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുന്നിരുന്നു. അപ്പം നമ്മളിപ്പോൾ 4 എണ്ണമാണ് പറഞ്ഞത്. 1 അസറ്റ്, സ്വത്ത്, 2 ലയബിലിറ്റി, ബാധ്യത, 3 ഇൻകം, വരുമാനം, 4 എക്സ്പെൻസ്, ചിലവുകൾ. ഓക്കെ, ഇതിലേറ്റവും കൂടുതൽ എണ്ണം, അതായത് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഇത് ഓരോന്നും എഴുതാൻ തുടങ്ങിയാൽ നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ എഴുതാനുണ്ടാകുന്നത് എക്സ്പെൻസുകൾ, ചിലവുകളായിരിക്കും. ചെറിയ എമൗണ്ടിൻ്റെ ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും ചിലവുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ കുറേ എണ്ണമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ 5-മത്തേതാണ്. അപ്പോൾ 4 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5-മത്തേതാണ്
ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഇക്വിറ്റി എന്നും പറയാറുണ്ട്. രണ്ടും ശരിക്കും മാറ്റമുണ്ട്, എന്നാൽ ഏകദേശം ഒന്നാണ്. നമുക്ക് വഴിയെ പഠിച്ചു പോകുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ഉടമസ്ഥൻ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ, അയാൾ ബിസിനസ്സിലോട്ട് ഇറക്കുന്ന സ്വത്തുകളെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, ഇറക്കുന്ന സ്വത്തുകൾ. ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങണം എന്ന് കരുതാം. ഒരു 50 ലക്ഷം രൂപ വേണം. അപ്പോൾ ഈ 50 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങണം. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? നമ്മൾ കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടൊക്കെ തുടങ്ങാറുണ്ട് അല്ലേ? അതെന്തിനാണ്? ക്യാഷ് ആദ്യം ഉണ്ടാക്കണം, എന്നിട്ട് ആ ക്യാഷ് കൊണ്ട് തുടങ്ങണം അല്ലേ? അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. അതായത് ലോൺ എടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും, എന്നിട്ട് ആ ക്യാഷ് കൊണ്ട് തുടങ്ങാം. അപ്പോൾ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പണം വേണം. ഏറ്റവും കുറഞ്ഞ പണം വേണം. പണം മാത്രമല്ല, മറ്റു സ്വത്തുക്കളും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പല ആളുകളും കരുതാറുണ്ട് ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇറക്കുന്ന ക്യാഷാണ് ക്യാപിറ്റൽ എന്ന്. തെറ്റാണത്. അങ്ങനെയല്ല. ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്വത്തുകളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാഷ് എന്ന് പറയാൻ പാടില്ല. ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമായി, അത് തെറ്റാണ്. സ്വത്തുകളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂലധനം എന്ന് മലയാളത്തിൽ പറയും. ക്യാപിറ്റൽ മൂലധനം. എന്താണ് സ്വത്തുകൾ എന്ന് പറയാൻ കാരണം? എനിക്ക് സ്വന്തമായിട്ട് ടൗണിലൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ അതിൽ വാടകക്കാരുണ്ടായിരുന്നു. വാടകയ്ക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ വാടകക്കാരെല്ലാം അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് അവിടെ എന്ത് ചെയ്യണം? ബിസിനസ് തുടങ്ങാം. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ബിൽഡിങ്ങിനെ, എൻ്റെ സ്വന്തം ബിൽഡിങ്ങിനെ ഞാൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. കാരണം അത് മുമ്പ് വാടക കൊടുത്തിരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് വാടക കിട്ടിയിരുന്നു. സ്വന്തം ബിൽഡിങ്ങിൽ ഞാൻ കച്ചവടം തുടങ്ങുമ്പോഴുള്ള ഗുണം എന്താ? അവിടെ എനിക്ക് വാടക കൊടുക്കണ്ട അല്ലേ? മറ്റു വാടകക്കാർ എനിക്ക് വാടക തന്നിരുന്നത് എനിക്ക് നഷ്ടപ്പെടുന്നു. പക്ഷേ ഇവിടെ എന്താണ്? എനിക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ഞാൻ കച്ചവടം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിൽഡിങ്ങിനെയും അതിരിക്കുന്ന ഭൂമിയെയും ഞാൻ എന്ത് ചെയ്യാണ്? ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അതായത് ക്യാഷ് അല്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിൽഡിങ്ങും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങാണ്, ഭൂമിയും ബിൽഡിങ്ങുമാണ്. ഇനി ഞാൻ വീട്ടിൽ ഒരു 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ. അപ്പോൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ബിസിനസ്സിലേക്ക് എനിക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം വന്നു. സോ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എടുത്ത് ഞാൻ ബിസിനസ്സിൽ കൊണ്ടുപോയി വെച്ചാൽ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു? ആ കമ്പ്യൂട്ടറിനെ, ലാപ്ടോപ്പിനെ ഞാൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് സ്വത്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു 2 ഫോൺ ഉണ്ടായിരുന്നു എന്ന് കരുതാം. അതിലൊരു ഫോണ്, അതായത് ഞാൻ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, എൻ്റെ പേഴ്സണൽ ഫോണാണ് കേട്ടോ. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ഫോൺ എടുത്ത് ബിസിനസ്സിൽ വെച്ചു. അപ്പോൾ ആ ഫോണിനെ ഞാൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ബിസിനസ്സിലോട്ട് ഇറക്കി. ഇങ്ങനെ ഒരുപാട് സ്വത്തുകളുണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും ഒരാളുടെ കയ്യിൽ. അയാൾ ഈ സ്വത്തുകളിൽ പലതും ബിസിനസ്സിലോട്ട് ഇറക്കും. ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽ തന്നെ ഇക്വിറ്റി, പക്ഷേ വ്യത്യാസമുണ്ട്. ഏകദേശം ഒന്നാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഉടമസ്ഥൻ മാത്രമുള്ള ബിസിനസ്സുകളിൽ പറയുന്നതാണ് പൊതുവെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ഇപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവാം. 2, 3, 4 പാർട്ട്നേഴ്സുള്ള ബിസിനസ് ആണെങ്കിലും ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയാം. പക്ഷേ പരസ്പരം അറിയാത്ത, ഇന്ന് വരെ കാണാത്ത ഉടമസ്ഥരുണ്ടാവാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊക്കെ അറിയാം ഷെയർ മാർക്കറ്റ് അല്ലേ? അതിൽ പല പല കമ്പനികളുടെ ഷെയറുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മളെന്താണ്? ആ ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളതിൻ്റെ ഉടമസ്ഥനാണ് ഏകദേശം. പക്ഷേ ഈ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള പ്രത്യേകത എന്താ? വലിയ കമ്പനിയാണ്, അതിൻ്റെ ഷെയർ നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ എന്നല്ല വിളിക്കുക, അതിനെ ഇക്വിറ്റി എന്നാണ് പറയാം. ഓക്കെ, അവിടെ അതായത് ഒരുപാട് ഓഹരികളാണ് ഉണ്ടാവുക. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, അവിടെ 100, 200, 500, 1000 അതിൽ കൂടുതൽ വ്യക്തികൾ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ ലാഭവിഹിതം കിട്ടും, ഡിവിഡൻഡ് കിട്ടും അല്ലേ? ലാഭവിഹിതം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സിൽ പൊതുവെ അതിനെ ഇക്വിറ്റി എന്നാണ് പറയാം. അപ്പോൾ ചെറിയ ഒരു ഉടമസ്ഥൻ മാത്രമുള്ള ബിസിനസ്സുകളിലാണ് പൊതുവെ ക്യാപിറ്റൽ പറയുന്നത്. വലിയ വലിയ കമ്പനികളിലോട്ട് എത്തുമ്പോൾ അതെന്തായി മാറും? ഇക്വിറ്റി ആയിട്ടും മാറും. അപ്പോൾ ഏകദേശം ഇതൊന്നാണ്, എന്നാൽ ഒന്നല്ല, 2 മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ ചില ബുക്കുകളിൽ ഇക്വിറ്റി എന്നോ ചില ക്യാപിറ്റൽ എന്നോ പറയേണ്ട, രണ്ടും ഒന്നായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് 5 എണ്ണം എന്ന് പറയുന്നത്. ഇതിൽ ക്യാപിറ്റൽ പിന്നെ വീണ്ടും തിരിച്ചിട്ടില്ല, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5 എണ്ണം: സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്, പിന്നെ ക്യാപിറ്റൽ. ഇനി
ഈ അഞ്ചെണ്ണത്തിൽ അസറ്റ് രണ്ടായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും. നിങ്ങൾക്കൊരു വസ്തുവിനെ സ്വത്ത്, അതായത് അസറ്റ് ആണോ അല്ലേ എന്ന് ഡൗട്ട് അസറ്റിൽ ഏതാണോ എന്നും ഡൗട്ട് തോന്നിയാൽ വലിയ കുഴപ്പമില്ല. കറണ്ട് അസറ്റാണോ ഫിക്സഡ് അസറ്റാണോ എന്ന് ചെറിയ സംശയം തോന്നിയാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ടാലി, ക്യൂബി, സേജ് 50 തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ പലതിലും അസറ്റ്സ് എന്നേ ഉള്ളൂ. അതിൽ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് ഇങ്ങനെയല്ല, തിരിച്ചിട്ടില്ല. പിന്നെ അതർ അസറ്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ ടൈപ്പാണ്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അസറ്റാണ് എന്നുള്ളതാണ്. അതിൻ്റെ സബ് കാറ്റഗറികൾ നമ്മൾ അറിയണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിൽ കൂടിയും അസറ്റ് ഒരിക്കലും ലയബിലിറ്റി ആവരുത്. പക്ഷെ കറണ്ട് അസറ്റ് ഒരു ഫിക്സഡ് അസറ്റിലേക്ക് പോയാൽ അത് വലിയൊരു തെറ്റല്ല, എന്നാൽ തെറ്റ് തന്നെയാണ്. എന്നാലും അത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറേയൊക്കെ സെറ്റാവുന്ന. അതിന് കാരണം ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിങ്ങിലല്ല. അതിന് കാരണം സേജ് 50, ക്യൂബി തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചിലതിലൊക്കെ എന്താണ് കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് ഇങ്ങനെ തിരിച്ചിട്ടില്ല. അതിൽ ഒന്നെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ അതർ അസറ്റ് അല്ലെങ്കിൽ മറ്റു പല രീതികളിലാണ്, ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ രീതിയിലാണ് അത് തിരിച്ചിട്ടുള്ളത്. ചിലതിൽ അസറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്, ഇക്വിറ്റി, ഇത് 5ഉം മാറിപ്പോരുത്. കൃത്യമായിട്ട് ഓരോ ഘടകങ്ങളും ഓരോന്നിലും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യുക്തി കൊണ്ട് മനസ്സുകൊണ്ട് മനസ്സിലാക്കുക ഓരോന്ന് ഏതിലാണ് വരുന്നത്. ഇപ്പോൾ സ്വത്ത് ഏതാ, നമ്മുടെ വീട്ടിലെ സ്വത്തുകൾ ഏതൊക്കെയെന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂലേ, അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ക്യാപിറ്റലാണ്. ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇറക്കുന്ന സ്വത്തുകളെയാണ് എന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ 5 പോയിൻ്റാണുള്ളത്. ഈ 5 പോയിൻ്റ് അല്ലാത്ത കുറച്ച് ചെറിയ 6ാമത്തെ പോയിൻ്റ് അല്ല ഞാൻ പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഈ 5 എണ്ണത്തോടു കൂടെ അത് കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇറക്കിയ സ്വത്തുകളാണ് ക്യാപിറ്റൽ അല്ലേ. അതിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് വേണ്ടി, വീട്ടിലത്തെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്നും എടുക്കുന്ന സ്വത്തുകളാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇറക്കുന്ന സ്വത്തുകളാണ് ക്യാപിറ്റൽ എങ്കിൽ ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്നും എടുക്കുന്ന, സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന സ്വത്തുകളാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റലിൻ്റെ നേരെ വിപരീതമാണ് എന്ത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഉടമസ്ഥന ബിസിനസ്സിൽ നിന്നും എന്തൊക്കെ എടുക്കാൻ പറ്റും? ഇപ്പം ഞാൻ ഒറ്റയ്ക്കൊരു ഉടമസ്ഥൻ, അതായത് എനിക്ക് സ്വന്തമായിട്ട് വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല. അങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് ആ ബിസിനസ്സിന് എന്തെല്ലാം എടുക്കാം, ഒരുപാട് എടുക്കാം അല്ലേ. അതായത് ക്യാഷ് എടുക്കാം, ബാങ്കിൽ നിന്ന് എടുക്കാം, കമ്പ്യൂട്ടർ എടുക്കാം. ആരെങ്കിലും ചോദിക്കാൻ വരുമോ? ആ ബിസിനസ് മുഴുവൻ എൻ്റേതാണ് അല്ലേ. എൻ്റെ വീട്, ഭൂമി, എനിക്ക് ഒരുപാട് സ്വത്തുകളുണ്ടാവും. അതിൽപ്പെടുന്നൊരു സ്വത്താണെന്ത്, എൻ്റെ സ്വത്താണെന്ത്, ബിസിനസ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വത്താണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഞാൻ എടുക്കുമ്പോൾ അതിനെന്താ വിളിക്കുക, ഡ്രോയിങ്സ് എന്ന് പറയും. അത് കണക്കിൽ എഴുതി വെക്കണമല്ലോ. ഇത് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലോ പലപ്പോഴും തുടർച്ചയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഡ്രോയിങ്സ്. കാരണം ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുന്നത് അയാൾക്ക് വരുമാനം, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കുടുംബം നോക്കണം. അപ്പോൾ അയാൾക്ക് കുടുംബം നോക്കണമെങ്കിൽ കുടുംബത്തിൽ, ഫാമിലിയിൽ കുറേ ചിലവ് വരുമല്ലോ. അപ്പോൾ ബിസിനസ്സിൽ നിന്നും അയാൾ എന്ത് ചെയ്യും, ക്യാഷ് ഇങ്ങനെ എടുക്കും ഫാമിലിയിലത്തെ ചിലവുകൾ നടത്താൻ വേണ്ടി. ഈ ക്യാഷ് എടുക്കുന്നതെല്ലാം എന്താണ്, ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന സ്വത്തുകളാണ്, ക്യാഷ് ഉൾപ്പെടുന്ന സ്വത്തുകളെയാണ് എന്ന് വിളിക്കുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു കൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ. ഒരു കൺസെപ്റ്റ് നമ്മൾ +1 2ാമത്തെ ചാപ്റ്ററിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നോ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നോ പറയാം. എന്താണ് ഈ കാഴ്ചപ്പാടിൽ പറയുന്നത്? ബിസിനസ് ചെയ്യുന്ന ഉടമസ്ഥനും ബിസിനസ്സും രണ്ടും വേറെയാണ്, രണ്ടും ഒന്നല്ല. നമ്മൾ സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്, ഇതെല്ലാം നമ്മൾ എന്തിൻ്റെയാണ് നോക്കേണ്ടത്? അതുപോലെ ഇക്വിറ്റി, ക്യാപിറ്റൽ, ഇതെല്ലാം എന്തിൻ്റെയാണ്? ബിസിനസ്സിൻ്റെയാണ് നോക്കേണ്ടത്. ബിസിനസ്സിൽ എത്ര സ്വത്തുണ്ട്, ബിസിനസ്സിൽ എത്ര ബാധ്യത ഉണ്ട്, അല്ലാതെ അത് ചെയ്യുന്ന ഉടമസ്ഥൻ്റെ ആണോ നോക്കേണ്ടത്? അല്ല, ഉടമസ്ഥൻ വേറെയാണ്. ഉടമസ്ഥൻ്റെ കണക്ക് എഴുതുന്നതല്ല അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെ കണക്കുകൾ എഴുതുന്നതാണ് അല്ലേ. ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ കണക്കുകൾ എഴുതുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അല്ലാതെ കച്ചവടം ചെയ്യുന്ന ഉടമസ്ഥൻ്റെ കണക്കുകൾ എഴുതുന്നതല്ല. അതായത് ബിസിനസ് വേറെയാണ്, അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ്. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെയാണ്
ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുന്ന ബിസിനസ്സിൻ്റെ കണക്കാണ്, അല്ലാതെ അത് ചെയ്യുന്ന ഉടമസ്ഥൻ്റെ കണക്കുകളല്ല. ഓക്കെ, ഇത് നേരെ മനസ്സിലാക്കി വെക്കണം. പല ആളുകളും ഒന്നായിട്ട് കരുതാറുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ബിസിനസ് എൻ്റെ സ്വത്താണ്. പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പോൾ എൻ്റെ കാര്യമല്ല നോക്കേണ്ടത്. ആരുടെ കാര്യം നോക്കേണ്ടത്? ബിസിനസ്സിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ക്യാപിറ്റൽ എന്ന് പറയുന്നു അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്വത്തുകളാണ് ക്യാപിറ്റൽ. അതായത് ബിസിനസ് ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വത്തുകൾ. ഇത് കടമായിട്ട് വാങ്ങിയതായിട്ടാണ് അക്കൗണ്ടിങ് കണക്കാക്കുക. അതായത് ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇറക്കിയ സ്വത്തുക്കളെ കടം കൊടുത്തതായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ പറഞ്ഞാൽ ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ളതാണ്. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ലയബിലിറ്റിയുടെ ഒരു സ്വഭാവമാണ് വരുന്നത് കേട്ടോ. അപൂർവം ചില ബുക്കുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഉണ്ടല്ലോ: സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്, ക്യാപിറ്റൽ. ഇതിനെ 4 പറയാറുണ്ട്: സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്. അത്രേ പറയുള്ളൂ, ക്യാപിറ്റൽ പറയാറില്ല. ഈ ക്യാപിറ്റലിനെ ലയബിലിറ്റിയിൽ കൂട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. ലയബിലിറ്റിയിൽ കൂട്ടിയിട്ടാണ് അവിടെ പറയാറുള്ളത്. അതായത് ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണമായിട്ടാണ് ക്യാപിറ്റൽ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലെ, +1 +2 പഠിച്ചവരുണ്ടെങ്കിൽ, അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് നോക്കി അറിയാം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ എഴുതാറ്? ക്യാപിറ്റൽ എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ബിസിനസ് വേറെയാണ്, അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇനി അടുത്തത് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ കരുതൽ ധനം എന്ന് പറയാം. റിസർവ് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഈ റിസർവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കരുതി വെച്ചത്, സൂക്ഷിച്ചു വെച്ചത് എന്നൊക്കെയാണ് അല്ലേ? റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇറക്കിയ ക്യാപിറ്റലിൽ നിന്നും കുറച്ചോ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു ഭാഗമോ അല്ല, അപ്പം മുഴുവനായിട്ടോ നമ്മൾ ഭാവിയിലോട്ട് വേണ്ടി മാറ്റി വെക്കുന്നതാണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കുക പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ എന്ന് കരുതി ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാറ്റി വെക്കുന്നതും ആവാം. ഇങ്ങനെയൊക്കെ മാറ്റി വെക്കുന്ന പണത്തെയാണെന്ന് വിളിക്കുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് എടുത്തിട്ടാണ് മാറ്റി വെക്കുക? പൊതുവെ ലാഭത്തിൽ നിന്നാണ് എടുത്ത് മാറ്റി വെക്കാറ്, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഉടമസ്ഥരുടെ പണം എടുത്ത് മാറ്റി വെക്കാറുമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ വലിയ കമ്പനികളിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കുറേ തുക എടുത്തിട്ട് മാറ്റി വെക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ ഉടമസ്ഥരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റിയോ അല്ലെങ്കിൽ ലാഭത്തിൻ്റെ ഒരു ഭാഗമോ എടുത്ത് മാറ്റി വെക്കുന്നതാണ് എന്ത്? റിസർവ് ആൻഡ് സർപ്ലസ്. ഇതെന്തിനു മാറ്റി വെക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യം ഭാവിയിൽ പെട്ടെന്ന് വന്നാലോ എന്ന് കരുതി മാറ്റി വെക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാറ്റി വെക്കുന്നതും ആവാം. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് നമുക്കൊക്കെ അറിയാം, ലാഭം അല്ലേ? ലാഭം എങ്ങനെയുള്ളത്? എന്താണ് ലാഭം? വരുമാനം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ വരുമാനത്തിൽ നിന്നും ചെലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. അതായത് ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ല, ഇൻകം മൈനസ് എക്സ്പെൻസ് ആണെന്ത്? ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, വരുമാനത്തിൽ നിന്നും ചെലവ് കുറച്ചാൽ. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ലാഭമാണ് ഉണ്ടാവേണ്ടത് അല്ലേ? ബിസിനസ്സിന് ഉണ്ടാവേണ്ട ലാഭമല്ലേ? ലാഭമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റ്, ലാഭം, വരുമാനം കൂടുകയും ചെലവ് കുറയുകയും ചെയ്താൽ വരുമാനത്തിൽ നിന്നും ചെലവ് കുറച്ചാൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ്, ഇതെല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന റിപ്പോർട്ട് ഞാൻ പറഞ്ഞുതരും പിന്നീട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചിലർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ ലയബിലിറ്റി സൈഡിൽ അത് എഴുതാറുണ്ട്. കാരണം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ലാഭം എന്ന് പറഞ്ഞാലും റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ലയബിലിറ്റി സ്വഭാവമുള്ളതാണ് കേട്ടോ. ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് ലയബിലിറ്റി സ്വഭാവമുള്ളതാണ്. എന്തുകൊണ്ട് ലാഭം ഇങ്ങനെ വരുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ലാഭം ആരാണ് ഉണ്ടാക്കിയത്? ബിസിനസ് ഉണ്ടാക്കിയതാണോ ലാഭം? ബിസിനസ്സിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? കഴിയോ? അതിന് ജീവനില്ലാത്തൊരു വസ്തുവല്ലേ ഇത് അല്ലേ? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പ്രൊഡക്റ്റുകളും നമുക്ക് നോക്കി അങ്ങനെ കാണാൻ പറ്റും അല്ലേ? തൊടാൻ പറ്റും അല്ലേ? അതിനെന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? എന്തെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? അതിന് പറ്റില്ല. ഈ ലാഭം ഉണ്ടാക്കിയത് ആരാണ്? അതിൻ്റെ ഉടമസ്ഥനാണ്. നഷ്ടം വന്നാൽ അതിന് ഉത്തരവാദി ആരാണ്? അത് ഉടമസ്ഥനാണ്.
അപ്പം ലാഭം ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്, നഷ്ടം വന്നാലും അത് ഉടമസ്ഥനാണ് സഹിക്കേണ്ടത്. അല്ലാതെ ഇത് ബിസിനസ് അല്ല സഹിക്കേണ്ടത്. ലാഭത്തിൻ്റെ അവകാശി ബിസിനസ് അല്ല, നഷ്ടം വന്നാൽ അത് ബിസിനസ്സിൽ നിന്നല്ല പോവുക, ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇറക്കിയ ക്യാപിറ്റലിൽ നിന്നാണ് നഷ്ടം കുറയാം. അതായത് ഉടമസ്ഥനാണ് അത് കുറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഇതും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഉടമസ്ഥൻ വേറെയാണ്, ബിസിനസ് വേറെയാണ്, രണ്ടും രണ്ടാണ്. ലാഭം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ, ഉടമസ്ഥനെ സംബന്ധിച്ച് ലാഭം എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റാണ്, സ്വത്താണ്, അയാൾക്കത് കിട്ടിയതാണ്. ലാഭം ഉണ്ടാവുക പറഞ്ഞാൽ നമുക്കൊക്കെ, ഞാനൊരു കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവുക പറഞ്ഞാൽ എന്താ? അതെനിക്ക് വന്ന നേട്ടമാണ്. ഓക്കെ, ഇനി പറയുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിലെ ഒരു 4-5 ഇക്വേഷൻസ്, സൂത്രവാക്യങ്ങളാണ് കേട്ടോ. ഒന്ന്, അസറ്റ്സ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. സ്വത്തുകൾ എന്തിനു തുല്യമായിരിക്കും? ബാധ്യതകൾക്കും പിന്നെ മൂലധനത്തിനും തുല്യമായിരിക്കും എന്ന് പറയുന്നു. ഇതിനെ തന്നെ അപൂർവം ചില ടെക്സ്റ്റുകളിൽ അസറ്റ്സ് സമം ലയബിലിറ്റീസ് എന്ന് മാത്രം പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 തിരിക്കുകയാണെങ്കിൽ, സ്വത്ത്, ബാധ്യത, വരുമാനം, ചെലവ്, ക്യാപിറ്റൽ 5 തിരിക്കുകയാണെങ്കിൽ അസറ്റ്സ് സമം എന്താണ്? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്വത്തുകൾ ബാധ്യതകൾക്കും മൂലധനത്തിനും തുല്യമായിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ, അസറ്റ്സ് പ്ലസ് എക്സ്പെൻസ് സമം ലയബിലിറ്റീസ് പ്ലസ് ഇൻകം പ്ലസ് ക്യാപിറ്റൽ. സ്വത്തും ചെലവുകളും എന്തിനു തുല്യമായിരിക്കും? ബാധ്യതകൾക്കും വരുമാനങ്ങൾക്കും ക്യാപിറ്റലിനും തുല്യമായിരിക്കും. ഓക്കെ, ഇത് ട്രയൽ ബാലൻസ് എന്ന റിപ്പോർട്ടിൻ്റെ ഇക്വേഷനാണ് വരുന്നത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ അസറ്റ്സ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. പിന്നെ അടുത്തത് പ്രോഫിറ്റ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇൻകം മൈനസ് എക്സ്പെൻസ്, വരുമാനത്തിൽ നിന്നും ചിലവ് കുറച്ചാണ് അല്ലേ. അടുത്തത് ലോസ്, നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ചെലവിൽ നിന്നും വരുമാനം കുറച്ചാൽ കിട്ടുന്നതാണ് നഷ്ടം. അതായത് എക്സ്പെൻസ് മൈനസ് ഇൻകമാണ് എന്ത് പറയുന്നത്? നഷ്ടം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കറണ്ട് ബില്ലടച്ചു, അല്ലെങ്കിൽ മൊബൈലിൽ റീചാർജ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്കിൽ കുറച്ച് ക്യാഷ് ഇട്ടു, ഇങ്ങനെ എന്ത് പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കാറുണ്ട് അല്ലേ. ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വസ്തുക്കൾ വാങ്ങിയാൽ അവർ ബാർകോഡ് റീഡറൊക്കെ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ ബില്ലടിച്ച് തരില്ലേ, അത് അല്ലേ, ആ ഒരു പ്രവൃത്തി എന്ന് പറയാം. പക്ഷേ ഒരു ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അത് മാത്രമല്ല വരിക, മൊബൈലിലേക്ക് റീചാർജ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ, ഇതിനെ ഡേ ബുക്ക് എന്നും പറയാറുണ്ട്. ദിവസവും എഴുതി വെക്കുന്ന ബുക്ക് എന്നുള്ള രീതിയിൽ ജേണൽ. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ. ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലെങ്ങനെ എഴുതി വെക്കും. ഈ ബുക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണലിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങൾ, കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കും. എഴുതി വെക്കുന്നതിനെ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. മൊബൈലിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതി വെക്കും. അതാണ് എന്ത്? ജേണൽ എൻട്രി. ഇത് ജേണൽ എന്ന ബുക്കിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളുമാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ എഴുതുന്ന ഓർഡർ എന്ന് പറയുന്നത് നടക്കുന്നതിനനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്ന അയാൾക്കറിയോ അടുത്തത് എന്തായിരിക്കും അടിക്കേണ്ടി വരിക എന്ന്? കസ്റ്റമർ എന്തൊക്കെ എടുത്തു കൊണ്ടുവരിക എന്ന് അയാൾക്കറിയോ? അയാളുടെ മുമ്പിലെത്തുമ്പോഴാണ് അയാളത് ബില്ലടിക്കുന്നത്. അതായത് അക്കൗണ്ടൻറ്റ്, ഇത് കണക്കെഴുതുന്ന അക്കൗണ്ടൻറ്റ്, അയാൾക്ക് പോലും അറിയില്ല അടുത്തത് ഞാൻ എന്താണ് എഴുതേണ്ടി വരിക. എന്താണോ അടുത്തത് നടന്നത് അതാണ് അയാൾ എഴുതേണ്ടി വരുന്നത്. കാലത്തിനനുസരിച്ച് അല്ലേ, അതായത് കാലക്രമത്തിനനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് എഴുതി വെക്കുന്നത്, ജേണൽ എഴുതി വെക്കുന്നത്. ഇപ്പോൾ ഒരിടപാട് നടന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അത് ആദ്യമായിട്ട് എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ. അതിലെഴുതുന്ന ഓരോ ഇടപാടുകളെയും എന്ത് വിളിക്കുന്നത്? ജേണൽ എൻട്രി എന്ന് പറയുന്നത്.